ഇന്നൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ബ്രോഡ്വേയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രോഡ്വേയിലേക്ക് ഞാൻ തന്നെയല്ല പോണത്, എൻ്റെ ഫ്രണ്ട്സാണ് പോകുന്നത് കേട്ടോ. വാണിയും മഞ്ജുവും കൂടിയിട്ടാണ് പോകുന്നത്. അവർ ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ആക്ച്വലി ഞാനും പോകാൻ വേണ്ടിയിട്ടിരുന്നാണ്, ഞാനും ആൻസി കൂടി പ്ലാൻ ഇട്ടിരുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ വീഡിയോ ഒക്കെ പിടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ അതേ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ അകത്തേക്കൊക്കെ കയറി. ശരിക്കും ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണെങ്കിൽ പോണത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ സാധിച്ചില്ല. എന്നെങ്കിലും ഒരു കാലത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും പോകണം എന്നാണ് ഒരാഗ്രഹം. അങ്ങനെ ദേ അകത്തേക്കൊക്കെ കയറുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ക്രിസ്മസ് ഷോപ്പിംഗ് തന്നെയാണ് മെയിനായിട്ട്. അവിടെ ഏറ്റവും അധികം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീല് തന്നെയായിരുന്നു. നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, പണ്ടത്തെ കാലങ്ങളിലുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പൊക്കെ വേറെ തന്നെയാണ്. എങ്കിലും നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നൊരു സമയം തന്നെയാണ് ക്രിസ്മസ്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സമയം തന്നെയാണ്. അങ്ങനെ ബ്രോഡ്വേയുടെ അകത്തേക്ക് കയറാണ്. ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകുന്നത് കേട്ടോ. എല്ലാവരും പറഞ്ഞു ഭയങ്കര വിലക്കുറവാണ്, ചീപ്പ് റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുമെന്ന്. ഇനി ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ അതോ ശരിക്കും ഇതാണോ അവിടുത്തെ റേറ്റ് എന്നൊന്നും നമുക്കറിയില്ല. എല്ലാവരും പറഞ്ഞത് ഭയങ്കര വിലക്കുറവാണെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. അതിന് നമ്മൾ പേശി മേടിക്കാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല. അകത്തേക്കൊക്കെ കയറുമ്പോൾ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഫുള്ളൊരു ക്രിസ്മസ് ഫീൽ തന്നെ തരുന്ന രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോ ഷോപ്പിലായിട്ട് കയറി ഇറങ്ങി ഓരോരോ ഐറ്റംസൊക്കെ ആയിട്ട് മേടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെയാണ് ഐറ്റംസ് മേടിച്ചതെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും കാണുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മേടിക്കാൻ തന്നെ തോന്നുന്ന രീതിയിലുള്ള ഓരോ കാഴ്ചകളാണ്. പലതരത്തിലുള്ള വർണ്ണങ്ങളും പല നിറങ്ങളിലുള്ള കാര്യങ്ങളും അലങ്കരിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് തന്നെ തോന്നിപ്പോയി. അത്രയും രസത്തിലുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടു. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. വലിയ റേറ്റ് വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. ഇതിലും ഭേദം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് തോന്നിപ്പോയൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഈ കാഴ്ചകൾ മിസ്സായി പോകുന്ന ഒരൊറ്റ കാരണം മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഇതിലേറ്റവും മെച്ചമുള്ളത്. പലവിധ നിറത്തിലുള്ള കാര്യങ്ങളും പിന്നെ ക്രിസ്മസ് റീത്തുകളും പിന്നെ ഈ കുട്ടി കുട്ടി ബോൾസുകൾ, പിന്നെ ക്രിസ്മസ് ട്രീയിൽ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങൾ, ഫുള്ളും ഒരു ക്രിസ്മസ് വൈബ് തന്നെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. കാണാനാണെങ്കിൽ ധാരാളം കാഴ്ചകളുണ്ട്. ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള കടകളുണ്ടെങ്കിലും ഇപ്പോൾ മെയിനായിട്ട് ക്രിസ്മസിൻ്റെ ഒരു സീസൺ, ആ ഒരു സീസണിലുള്ള കാര്യങ്ങളാണ് അവിടെ ഫുള്ളും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനനുസരിച്ച് തിരക്കുണ്ട് കേട്ടോ. എന്താ തിരക്ക്! ഈ കറങ്ങുന്ന ക്രിസ്മസ് അപ്പൂപ്പിനെ കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. അതേപോലെ നമുക്ക് പുൽക്കൂടിലേക്ക് പല രീതിയിലേക്കുള്ള പുൽക്കൂട് സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പല രീതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ കണ്ടു കേട്ടോ. അലങ്കാരത്തിനുള്ള തോരണങ്ങൾ പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകളായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൽ ചില ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മേടിച്ച സാധനങ്ങളുടെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ.